നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. 2026 നക്ഷത്രം വിചിന്തനം ചെയ്ത് ഗുണദോഷ വശങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി ദോഷങ്ങൾക്ക് പരിഹാരമായി മാർഗനിർദ്ദേശം നൽകുന്നു. അതിനായി ജാതക പരിശോധന നടത്തുന്നു. ഒരു നിശ്ചിതമായ തുക ഈടാക്കുന്നു. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജായി അയയ്ക്കുക. നേരിട്ട് വിളിക്കാതെ ഇരിക്കുക. വളരെ ശക്തിഭദ്രമായിരിക്കുന്ന യന്ത്രങ്ങൾ കൃത്യമായി ജാതക പരിശോധന നടത്തി നിങ്ങളുടെ കൈകളിലെത്തിക്കുന്നു. സർവകാര്യ നേട്ടങ്ങൾക്കായി സുദർശന യന്ത്രം, വിവാഹ തടസ്സം മാറാൻ സ്വയംവര യന്ത്രം, വശ്യത്തിനായി ബാണേശി, ധനത്തിനായി ധനലക്ഷ്മി, ത്രിപുരസുന്ദരി, നവഗ്രഹ അനുഗ്രഹത്തിനായി നവഗ്രഹ യന്ത്രം തുടങ്ങി ജാതക പരിശോധനയിൽ ഏതാണോ നിങ്ങൾക്ക് ധരിക്കേണ്ടുന്ന യന്ത്രം അത് ഉപാസനാമൂർത്തികളിൽ നിന്ന് ശക്തിയോടുകൂടി ഏറ്റുവാങ്ങി നിങ്ങൾക്ക് തരുന്നു. താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്വജംബുബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദമന്ദിരം ഭഗവാനി. ഓം മഹേശ്വര ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 ഗ്രഹവ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട് എല്ലാ നക്ഷത്ര ജാതർക്കും അവരവരുടേതായിരിക്കുന്ന സന്തോഷ ആഹ്ലാദ വ്യവസ്ഥകൾ നിറയുന്ന തരത്തിലുള്ള രാശിമാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. 2026 അങ്ങനെ ഒരു വർഷമാണ്. 2005 നമുക്ക് കൂടുതൽ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും എല്ലാ നക്ഷത്രക്കാർക്കും അതിൻ്റേതായിരിക്കുന്ന ഗുണമഹിമയോ മേന്മയോ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് 2026 അങ്ങനെയല്ല. പൊതുവിൽ നല്ല ഒരു വർഷമാണ്. എല്ലാവർക്കും എല്ലാ നക്ഷത്ര ജാതർക്കും സന്തോഷിക്കാനുള്ള അവസരം, അതുപോലെ തന്നെ ആഹ്ലാദിക്കാനുള്ള അവസരം, കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം തുടങ്ങിയവയൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മംഗളാദിത്യ രാജയോഗത്തെക്കുറിച്ചിട്ടാണ്. ഏകദേശം 18 മാസങ്ങൾക്ക് ശേഷമാണ് സൂര്യനും ചൊവ്വയും തമ്മിൽ സംയോജനം ഉണ്ടാകുവാൻ പോകുന്നത്, അല്ലെങ്കിൽ ചേർച്ചയുണ്ടാകുവാൻ പോകുന്നത്. സൂര്യൻ്റെയും ചൊവ്വയുടെയും ചേർച്ചയിൽ നിന്നുണ്ടാകുന്നതാണ് മംഗളാദിത്യ രാജയോഗം എന്ന് പറയുന്നത്. ഗ്രഹവ്യവസ്ഥകളുടെ രാശിമാറ്റം പലപ്പോഴും മനുഷ്യരാകുന്ന നമ്മുടെ ജീവിതത്തിന് പല പല മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഒരുപക്ഷെ അത് ഗുണ കൂടുതലാകാം, അല്ലെങ്കിൽ ദോഷ കൂടുതലാകാം. നമ്മളെപ്പോഴും ഗുണത്തിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. ദോഷങ്ങൾ വരുമ്പോൾ ദോഷങ്ങൾ അതിനെ ഇല്ലാതെയാക്കുവാൻ വരുന്ന യോഗങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മളതാണ് വ്യക്തമാക്കുന്നത്. ദോഷവ്യവസ്ഥകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നക്ഷത്ര രീതിയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾക്ക് ദുഃഖമുണ്ടാകും. എന്നാൽ ആ ദോഷവശത്തെ മാറ്റിയെടുക്കുവാൻ കഴിയുന്ന യോഗം തൊട്ടടുത്ത കാലത്ത് തന്നെ ഉണ്ടാകും. ആ കാലഘട്ടത്തെ നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും വ്യക്തമാക്കുന്നത്. കാരണം കുറച്ചു കാലം ദുഃഖം അനുഭവിക്കുമ്പോൾ സന്തോഷത്തിനുള്ള വാക്കുണ്ടാവുക തന്നെ ചെയ്യും. ഇവിടെ മംഗളാദിത്യ രാജയോഗം വളരെ ഭാഗ്യദായകമായി വന്നു ചേരുകയാണ്. 18 മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു യോജിപ്പ് സൂര്യൻ അഥവാ ആദിത്യൻ അഥവാ രവിയും ചൊവ്വയും തമ്മിൽ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും സൂര്യൻ ഒരു പോസിറ്റീവ് ഗ്രഹവും ചൊവ്വ ഒരു നെഗറ്റീവ് ഗ്രഹവുമായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ആ നെഗറ്റീവ് ഗ്രഹത്തിന് ചില പോസിറ്റീവ് ഗ്രഹങ്ങളുടേതായിരിക്കുന്ന വ്യവസ്ഥകൾ വന്നു ചേരുമ്പോൾ ആ നെഗറ്റീവ് ഗ്രഹം കൂടി പോസിറ്റീവ് നിലവാരത്തിലേക്ക്, അല്ലെങ്കിൽ ഗുണം നൽകുന്ന നിലവാരത്തിലേക്ക് എത്തുക ചെയ്യുമെന്നുള്ളതിൻ്റെ പൂർണ്ണ പര്യായമാണ് സൂര്യനോടൊപ്പം ഈ ചൊവ്വ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങൾ. നെഗറ്റീവായിരിക്കുന്ന ഒരു ഗ്രഹം പോസിറ്റീവ് നിലവാരത്തിലേക്ക് വരുമ്പോൾ ഗുണഫലങ്ങൾ വളരെ വളരെ കൂടും എന്നുള്ള കാര്യവും ചിന്തിക്കണം. ചൊവ്വ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മീനം രാശിയിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെയും പല രാശിക്കാരിലും ചൊവ്വയുടേതായിരിക്കുന്ന ഗുണം പൂർണ്ണമായും എത്തുമെന്നുള്ളത് തെളിച്ചു പറയാൻ കഴിയുന്ന അവസ്ഥയാണ്. ചൊവ്വയും
സൂര്യനും ഒന്നിച്ചു ചേരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന മംഗളാദിത്യ രാജയോഗത്തിൻ്റെ ഫലം വളരെ ഗംഭീരമാകുന്ന തരത്തിൽ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ അനുഭവിക്കാൻ യോഗ്യത നേടിയെടുത്തിരിക്കുന്ന കൂറുകാരെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മേടം രാശിയാണ് ആദ്യത്തേത്. അശ്വതി ഭരണി കാർത്തികകാൽ ചേരുന്ന മേടം രാശിയാണ് ആദ്യത്തേത്. മേടം രാശിക്കാർക്ക് മംഗളാദിത്യ രാജയോഗം വിവിധ തരത്തിലുള്ള സൗഭാഗ്യങ്ങളാണ് നൽകുന്നത്. ചൊവ്വയാണ് മേടം രാശിയുടെ അധിപൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ചൊവ്വയുടേതായ ഒരു ആധിപത്യം വളരെ ഭാഗ്യദായകമായി മേടം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരും. പല വിധത്തിലുള്ള അനുഭവ മുഹൂർത്തങ്ങൾ എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള സന്തോഷത്തിനും ആഹ്ലാദത്തിനും ഉണ്ടാകുന്നതിനായിട്ടുള്ള സന്തോഷവും ആഹ്ലാദവുമൊക്കെ ഉണ്ടാകുന്നതിനായിട്ടുള്ള അനുഭവ മുഹൂർത്തങ്ങൾ മേടം രാശിക്കാർക്ക് വന്നു ചേരും. മേടം രാശി നക്ഷത്ര ജാതർക്ക് ജീവിതത്തിൽ വളരെയധികം സന്തോഷമുണ്ടാകും. ഭാഗ്യത്തിൻ്റെതായ പിന്തുണ വലിയ തോതിൽ മേടം രാശി നക്ഷത്ര ജാതർക്ക് വന്നു ചേരും. മംഗളാദിത്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ യുവാക്കൾക്കൊക്കെ ഭാഗ്യദായകമായ ഒട്ടനവധി അനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. വിവാഹത്തിന് തടസ്സം ഉണ്ടായി നിൽക്കുന്ന യുവതിമാർക്കും യുവാക്കൾക്കും ആ തടസ്സങ്ങൾ ഒഴിഞ്ഞ് വിവാഹത്തിനുള്ള സമയത്തിനുള്ള വഴി തുറക്കും. അതുപോലെ തന്നെ തൊഴിൽ മേഖലകളിലേക്ക് ചെന്നെത്തുവാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ടാകും. അതുപോലെ ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടി നിൽക്കുന്ന യുവാക്കൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനായിട്ടുള്ള ഭാഗ്യമുണ്ട്. വിദ്യാഭ്യാസ തരത്തിൽ നിലനിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആദിത്യ മംഗള രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന ഭാഗ്യം പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതിനും അപ്പുറത്തേക്കാണ്. വളരെ അലസനെന്ന് വിചാരിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് പോലും ആ ആലസ്യം മാറി അല്ലെങ്കിൽ അലസത മാറി വളരെ ഉന്നത നിലവാരത്തിലേക്ക് പഠനത്തെ എത്തിക്കുവാൻ കഴിയും വിധമുള്ള ഭാഗ്യമാണ് വന്നു ചേരുന്നത്. മംഗളാദിത്യ രാജയോഗം വളരെ ഭാഗ്യദായകമാണെന്ന് അവിടെ നമുക്ക് പറയേണ്ടി വരും. രോഗബാധിതരായി നിൽക്കുന്ന ആളുകൾക്ക് മംഗളാദിത്യ രാജയോഗത്തിൻ്റെ ആ വരവോടുകൂടി രോഗത്തിനൊക്കെ ശമനമുണ്ടാകും എന്നുള്ളതാണ്. മേടം രാശി നക്ഷത്ര ജാതർക്ക് തീർച്ചയായിട്ടും ഇതൊരു വലിയ അനുഗ്രഹമായി തന്നെ തോന്നും എന്നുള്ളതിന് യാതൊരുവിധ മാറ്റവുമില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മേടം രാശി നക്ഷത്ര ജാതരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ വളരെയധികം പുരോഗതിയും ഉണ്ടാകും എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. മേടം രാശി നക്ഷത്ര ജാതർക്ക് മംഗളാദിത്യ രാജയോഗത്തിൻ്റെ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം വന്നു ചേരുക തന്നെ ചെയ്യും. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മംഗളാദിത്യ രാജയോഗം സൗഭാഗ്യദായകമായ ഒട്ടനവധി ജീവിത അവസ്ഥയ്ക്ക് തുടക്കം കുറിക്കുന്ന ഒരു തലമാണ്. ഇന്നലെ വരെ ദുഃഖങ്ങളോടും ദുരിതങ്ങളോടും കൂടി ജീവിച്ചിരുന്ന ചിങ്ങം രാശി നക്ഷത്ര ജാതർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ടതായ വ്യവസ്ഥിതികളില്ല എന്നുള്ളതാണ്. അത്രത്തോളം സൗഭാഗ്യദായകമായിരിക്കുന്ന ഒരു ഉയർച്ചയിലേക്കാണ് ചിങ്ങം രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതർ എത്താൻ പോകുന്നത്. ലോട്ടറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങളൊക്കെ വന്നു ചേരുമെന്നുള്ളത് വ്യക്തമായി പറയാൻ കഴിയുന്നതാണ്. ഞാനിത് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലോട്ടറി പോയി ധാരാളം പണം കൊടുത്ത് വാരിയെടുക്കുക ഒന്നും ചെയ്യരുത്. 1 2 അല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ മാത്രം എടുത്താൽ മതിയാകും. തീർച്ചയായും നിങ്ങളുടെ ഭാഗ്യം ആ ദിനങ്ങളിലാണ് ലോട്ടറിയിലൂടെ പ്രതിഫലിക്കാൻ പോകുന്നത്. വിദേശ രാജ്യത്ത് താമസിക്കുന്നവർക്കും ലോട്ടറിയിലൂടെ വമ്പൻ ധനവ്യവസ്ഥിതികൾ വന്നു ചേരുന്നതിനുള്ള ഭാഗ്യമുണ്ടാകുന്നു എന്നത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരുടെ 12ാം ഭാവത്തിലാണ് മംഗളാദിത്യ രാജയോഗം ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്തെ മാറ്റങ്ങൾ അത്ഭുതകരമായി നിലനിൽക്കുമെന്നുള്ളതാണ്. പല കാര്യത്തിലും സാമ്പത്തിക സുരക്ഷിതത്വം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരും. ചിങ്ങം രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് വരുമാനം ഇരട്ടിയായി ഭവിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ടുന്ന സന്തോഷകരമായ കാര്യമാണ്. ചിങ്ങം രാശിക്കാർക്ക് പൊതുവിൽ യാത്രകൾ ചെയ്യേണ്ടി വരും. ആ യാത്രകളുടെ അടിസ്ഥാനത്തിൽ വളരെയധികം സൗഹൃദങ്ങൾ ഉണ്ടാകും. ആ സൗഹൃദങ്ങളിലൂടെ ഒരുപാട് ഗുണങ്ങൾ ഈ ചിങ്ങം രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് വന്നു ഭവിക്കും.
മംഗളാദിത്യ രാജയോഗത്തിൻ്റെ വലിയ ഗുണഫലം അതുതന്നെയാണ്. ബിസിനസ് പങ്കാളികളായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഭാഗ്യദായകമായിരിക്കുന്ന അനുഗ്രഹം തന്നെയാണ് ചിങ്ങം രാശി നക്ഷത്ര ജാതർക്ക്. ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ പറ്റിയ നല്ല സമയമാണ്. തീർച്ചയായും ആരംഭിച്ചുകൊള്ളൂ. വളരെ ഉയരങ്ങളിലെത്താൻ അത് സഹായിക്കും. അപ്പോൾ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മംഗളാദിത്യ രാജയോഗം വളരെ ഭാഗ്യദായകമാണ്. അടുത്തത് ധനുരാശിയാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽ ചേരുന്ന ധനുരാശി. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മംഗളാദിത്യ രാജയോഗം പൊതുവിൽ വളരെ വളരെ ഭാഗ്യദായകമാണ്. സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു വലിയ അനുഗ്രഹം മംഗളാദിത്യ രാജയോഗത്തിലൂടെ ഈ രാശിക്കാരിൽ വന്നു ചേരും. തൊഴിൽ രംഗത്ത് വമ്പൻ നേട്ടങ്ങളാണ് ധനുരാശിക്കാർക്ക് വരാൻ പോകുന്നത്. അതുകൂടാതെ കരിയറിലും മറ്റും മികച്ച മാറ്റങ്ങൾ, ഉന്നതി ഉണ്ടാക്കിത്തരുന്ന തരത്തിലുള്ള വലിയ മാറ്റങ്ങളാണ് ഈ രാശിക്കാരായിരിക്കുന്ന നക്ഷത്ര ജാതരിൽ ഉണ്ടാകാൻ പോകുന്നത്. ബിസിനസ് സംബന്ധമായ പല മാറ്റങ്ങളും ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാഗ്യം തന്നെയാണ്. ബിസിനസ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വളരെ ലാഭകരമായി മാറുകയും അതിന് ബ്രാഞ്ചുകൾ ഇടാനുള്ള അവസരങ്ങൾ വരെ വന്നു ചേരുന്ന ഭാഗ്യത്തിലേക്കാണ് മംഗളാദിത്യ രാജയോഗം ഇവരെ കൊണ്ടുപോകുന്നത്. അത്രത്തോളം അനുഗ്രഹമാണ് ബിസിനസ്സിലൂടെ ധനു രാശിക്കാരായ നക്ഷത്ര ജാതർക്ക് വന്നു ചേരുന്നത്. അതുപോലെ തന്നെ ധനുരാശിക്കാരായ നക്ഷത്ര ജാതർക്ക് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒഴിഞ്ഞു പോകും. ഒരിക്കലും തീരുകയില്ല, ഒരിക്കലും മാറുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പോലും സമ്പൂർണമായൊരു മാറ്റം ഉണ്ടാകുന്ന സമയം തന്നെയാണ് മംഗളാദിത്യ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കാൻ പോകുന്നത്. സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റേതായിരിക്കുന്ന ചക്രവർത്തിയാണ്, ഗ്രഹരാജാവാണ്. ആയതുകൊണ്ട് തന്നെ മകൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയോടൊപ്പം ചേരുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിരിക്കുന്ന ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളതല്ല, അസ്വാഭാവികമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ്. അതാണ് ആരോഗ്യപരമായ കാര്യത്തിൽ മാറുകയില്ല എന്ന് വിചാരിച്ചിരുന്ന അസുഖങ്ങൾ വരെ മാറുകയും ഒരിക്കലും ഈ കടബാധ്യതയിൽ ഞങ്ങൾ രക്ഷപ്പെടുകയില്ല എന്ന് വിചാരിച്ചിരുന്ന ധനുക്കൂറുകാർക്ക് വളരെ വളരെ മാറ്റങ്ങൾ വരികയും കടത്തിൽ നിന്നൊക്കെ അവർ മോചിതരാവുകയും ചെയ്യും ഈ മംഗളാദിത്യ രാജയോഗത്തിലൂടെ. സമ്പൽ സമൃദ്ധിദായകമായിരിക്കുന്ന ഒരു ജീവിതമാണ് ധനുരാശിക്കാരായ നക്ഷത്ര ജാതർക്ക് വരുന്നത്. വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും ഒക്കെ തന്നെ വലിയ ഉയർച്ച ഈ രാശിക്കാർക്ക് വരും. അടുത്തത് കുംഭം രാശിക്കാരാണ്. അവിട്ടം പകുതി ചതയം പൊരുരുട്ടാതി മുക്കാൽ ചേരുന്ന കുംഭം രാശി. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മംഗളാദിത്യ രാജയോഗം വളരെ ഭാഗ്യദായകമായിരിക്കുന്ന അവസ്ഥയാണ് സംജാതമാക്കുന്നത്. കരിയറിലും ബിസിനസ്സിലും കുംഭം രാശിക്കാർക്ക് വളരെ വളരെ ഉയർച്ചയുണ്ടാകുന്നതിനുള്ള അനുഗ്രഹമാണ് മംഗളാദിത്യ രാജയോഗത്തിലൂടെ ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും കുംഭം രാശിക്കാരുടെ വിദ്യാഭ്യാസ കാര്യത്തിലുള്ള പുരോഗതി, അതുപോലെ തന്നെ തൊഴിൽ കാര്യത്തിലുള്ള പുരോഗതി, സാമ്പത്തിക സമൃദ്ധിദായകമായ കാര്യത്തിലുള്ള പുരോഗതി തുടങ്ങിയവ പൂർണ്ണമായും അനുഭവിക്കുവാൻ കഴിയുന്ന നിലവാരത്തിലേക്കാണ് മംഗളാദിത്യ രാജയോഗത്തിൻ്റെ അനുഗ്രഹം ഈ രാശിക്കാരെ കൊണ്ടുപോകുന്നത്. അലസമായി നിന്നിരുന്ന വിദ്യാർത്ഥികൾക്ക് അലസത മാറി വളരെ തീവ്രമായ തരത്തിൽ പഠനത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യവസ്ഥിതി വന്നു ചേരും. തൊഴിൽ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് തീർച്ചയായിട്ടും ഈ വർഷത്തിൽ 2026 പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തൊഴിലിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരമുണ്ടാകും. സാമ്പത്തിക മേന്മ ആഗ്രഹിച്ചിരിക്കുന്ന ഓരോ കുംഭം രാശിക്കാരിലും അവ തീർച്ചയായിട്ടും വളരെ ഗംഭീര്യമായ തരത്തിൽ തന്നെ വന്നു ചേരുമെന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. സമ്പത്ത് ഏതുവഴിയാണ് വരുന്നതെന്ന് അറിയാൻ കഴിയാത്ത തരത്തിലാണ് നമ്മളിലേക്ക് സമ്പത്തിൻ്റെ പ്രവാഹം എത്താൻ പോകുന്നത്. അതുപോലെ തന്നെ മുടങ്ങി കിടക്കുന്ന പല പദ്ധതികൾക്കും പൂർത്തീകരണത്തിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ വാഹനം വാങ്ങുന്നതിനും പുതിയ വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനുമൊക്കെ വളരെ ഭാഗ്യദായകമായിരിക്കുന്ന അവസ്ഥയാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മംഗളാദിത്യ രാജയോഗത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന പല മാറ്റങ്ങളും കുംഭം രാശിക്കാരിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ കാര്യങ്ങളിൽ ഒട്ടും നിസ്സാരമാക്കരുത്. അതിനാവശ്യമായിട്ടുള്ള എല്ലാ പരിഹാര മാർഗങ്ങളും നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്തുകൊള്ളണം.
ദാമ്പത്യ ജീവിതത്തിൽ വളരെ സന്തോഷവും ആഹ്ലാദവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗ്യം കൂടി കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മംഗളാദിത്യ രാജയോഗത്തിലൂടെ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും മംഗളാദിത്യ രാജയോഗത്തിൻ്റെ എല്ലാ ഭാഗ്യങ്ങളും ഈ രാശിക്കാരിൽ വന്നു നിറയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ മറ്റൊരു കാര്യം എപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മുടെ ഭാഗ്യത്തിൻ്റെ എല്ലാം ഉറവിടം എന്ന് പറയുന്നത് ഈശ്വരൻ തന്നെയാണ്. ആയതുകൊണ്ട് ഉള്ള സമയങ്ങളിലെല്ലാം ഈശ്വര ദർശനത്തിനും ഈശ്വര നാമസങ്കീർത്തനങ്ങൾക്കും മന്ത്ര ഉച്ചാരണങ്ങൾക്കുമൊക്കെ സമയം കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തി പ്രാർത്ഥനയിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ജീവിതം ശുദ്ധമാകും. ഈ യോഗങ്ങളുടേതായിരിക്കുന്ന ഫലങ്ങളെല്ലാം വന്നു ചേരുകയും ചെയ്യും. എല്ലാ നന്മകളും ഈശ്വരൻ വരുത്തട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.